വളരെ അസാധാരണം എന്ന് തന്നെ പറയാവുന്ന ഈ സന്ദർഭത്തിൽ ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തർക്കും സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സമ്മേളനം ഇവിടെ വച്ച് നടക്കാൻ ഇടയായത് ഞാൻ തന്നെ ഇത് ഇവിടെ വച്ച് നടത്തണം എന്ന് അങ്ങോട്ട് നിർദ്ദേശിച്ചതനുസരിച്ചാണ്. മൗലവിക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു, 5-ാം വാല്യം പ്രകാശനം ചെയ്യുമ്പോൾ ഞാൻ കൂടി വേണം എന്ന്. 1-ാം വാല്യം പ്രകാശനം ചെയ്യുമ്പോൾ ഞാനുണ്ടായിരുന്നു. ഇനി 6-ാം വാല്യം പ്രകാശനം ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം മൗലവി 5-ാം വാല്യത്തിൽ ഞാൻ തന്നെ കൂടെ വേണം എന്ന് നിർബന്ധം പിടിച്ചത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് നടത്തിക്കോ, അപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയാണ് ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. ഞാൻ ഈ പ്രഭാഷണങ്ങൾ നടത്താറുണ്ടെങ്കിലും ആ കലയിൽ ഞാനൊരു വിദഗ്ധനല്ല. ആ കലയിൽ ഒരു വലിയ വിദഗ്ധനാണ് നമ്മുടെ സുനിൽ പി ഗ്ലൈഡ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്നാൽ ഇന്നൊന്ന് കേട്ട് കളയാം, അതിനുള്ള നല്ല അവസരമായല്ലോ ഇത് എന്നും ഞാൻ കരുതി. ഒരു പക്ഷേ ഞാനൊരു കാര്യം ചെയ്യും, എൻ്റെ പ്രഭാഷണം കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് അങ്ങിറങ്ങിപ്പോകും. അങ്ങ് പോവില്ല, എൻ്റെ പിറകിലെ മുറിയിലുണ്ടാവും. അതിന് കാരണം എനിക്ക് വയസ്സ് 87ആയി. ഇടയ്ക്കിടയ്ക്ക് മൂത്രസംഖ്യയുണ്ടാകും. അപ്പോഴൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി അതുവരെ പോകാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അവിടെ ഇരുന്നേക്കാം. അതുകൊണ്ടാണ് വളരെ താമസിച്ച് ഇങ്ങോട്ട് കയറി വന്നത്. ഖുർആനാണല്ലോ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. അതിൽ വരുന്ന ദൈവനാമങ്ങളുണ്ട്. 99 ദൈവനാമങ്ങൾ അതിൽ വരുന്നുണ്ട്. നമ്മുടെ മൗലവി എന്നോട് പറഞ്ഞു, ഈ 99 ദൈവനാമങ്ങളും അല്ലാഹു എന്ന 100ാമത്തെ നാമവും ചേർത്ത് 100 ദൈവനാമങ്ങൾ ഒരു വ്യാഖ്യാനം എഴുതി തരണമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് 100 ദൈവനാമങ്ങൾ അറിയില്ല, ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. പക്ഷേ ഞാനൊരു തത്വചിന്തയുടെ ലോകത്ത് ജീവിക്കുന്ന ആളാണ്. ഈ വെറും ആചാരപ്രധാനമായ കാര്യങ്ങൾ വളരെ വളരെ ദീർഘിച്ചു പോകുമ്പോൾ എനിക്ക് മടി തോന്നും. അങ്ങനെ ഖുർആൻ വായന ഞാൻ നിർത്തിവെച്ച് എന്ന് വേണം പറയാൻ. എന്നാലും അതുകൊണ്ട് തന്നെ മൗലവിയുടെ ഈ ആവശ്യം ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചില്ല. എന്നാലും മൗലവി വിട്ടില്ല, ആ 100 ദൈവങ്ങൾ ഞാൻ എഴുതിത്തരാം, അതിൻ്റെ അർത്ഥവും എഴുതിത്തരാം. അത് കേൾക്കുമ്പോൾ സ്വാമിക്ക് എന്ത് തോന്നുന്നു അതെഴുതി തന്നാൽ മതി. അങ്ങനെ അതെഴുതി എന്ന് തന്നെ പറയാം. എഴുതി മൗലവിയെ ഏൽപ്പിച്ചു. മൗലവി അത്
അതിനെ ഉടനെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഒരു ചെറുപ്പക്കാരൻ, മലപ്പുറത്തു നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുറിയിൽ വന്നു. അവിടെ ഗുരുകുലത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ MA വിദ്യാർത്ഥിയാണ്, MA ഫിലോസഫി പഠിക്കുന്ന ആളാണ്. ഞാൻ ഈ ദൈവത്തിൻ്റെ 100 ദൈവനാമങ്ങളെന്ന പുസ്തകം വായിച്ചു, വീണ്ടും വീണ്ടും വായിച്ചു. അത് എൻ്റെ ചിന്താഗതിയെ, എൻ്റെ ജീവിതത്തെ ഒക്കെ ആകെ മാറ്റിമറിച്ചു എന്ന്. ഞാനങ്ങനെയൊന്നും വിചാരിച്ചില്ല. എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ എഴുതിയതേ ഉള്ളൂ. എന്തായാലും അതൊരു ചെറുപ്പക്കാരൻ്റെ ചിന്തയെ ഇത്രയധികം സ്വാധീനിക്കുവാൻ ഇടയാക്കിയല്ലോ എന്ന് അറിഞ്ഞപ്പോഴുള്ള സന്തോഷമുണ്ടായി. കഴിഞ്ഞ ഒരു 3-4 വർഷത്തിന് മുമ്പ് ഇവിടെ കൊല്ലത്ത് കടപ്പാക്കട ഉള്ള ഒരു മോസ്കൽ പള്ളിയിൽ എന്നെ അവിടുത്തെ റംസാൻ ദിനങ്ങളിൽ, നോമ്പ് ദിനങ്ങളിൽ ഒരു ദിവസം എന്നെ അവിടെ പ്രഭാഷണത്തിന് ക്ഷണിച്ചു. ഞാൻ പോയി. അന്ന് ഞാൻ അവരോട് അവിടെ പള്ളിയുടെ ചുമതല വഹിക്കുന്ന ഇമാം ഇസ്ലാമിക പഠനത്തിൽ PhD നേടിയ ഒരാളാണ്. ഞാൻ അവരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമിന് വിഗ്രഹാരാധന വിരുദ്ധമാണ്, സമ്മതമല്ല. എന്നാൽ ഈ 100 ദൈവനാമങ്ങളുണ്ടല്ലോ, അതിൽ 99 ഗുണനാമങ്ങളാണ്, 1 മാത്രം ഗുണിനാമവുമാണ്. ഗുണനാമങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരോ സവിശേഷതകൾ ആണ് അതിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സവിശേഷതകൾ, ഈ ഗുണങ്ങൾ കേൾക്കുന്ന ഒരു കവി മനസ്സുള്ള കലാകാരനായ ഒരാൾക്ക്, അല്ലെങ്കിൽ ശില്പിയായ ഒരാൾക്ക്, ഭാവനാപൂർണനായ ശില്പിയായ ഒരാൾക്ക് ഈ ഗുണനാമങ്ങൾ കേൾക്കുമ്പോൾ ആ ഓരോ ഗുണത്തെയും ഓരോ രൂപം നൽകി എടുക്കാൻ, ഓരോ ഗുണത്തിനും ഒരു രൂപം നൽകിയെടുക്കുവാൻ തോന്നും. അങ്ങനെ രൂപം നൽകിയെടുക്കുമ്പോൾ 99 രൂപങ്ങളായി. ഈ 99 രൂപങ്ങളും ദൈവത്തിൻ്റെ ഓരോരോ ഗുണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഇസ്ലാം മതത്തിന് സ്വീകാര്യമായാൽ ആകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഈ ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന ഈ രൂപങ്ങൾ ഉണ്ടായാൽ അതിനെ സ്വീകരിക്കാൻ ഇസ്ലാമിന് എന്തുകൊണ്ട് മടിക്കണം, ഇസ്ലാം മതം എന്തുകൊണ്ട് മടിക്കണം എന്ന് ഞാൻ ചോദിച്ചു. അതിന് മറുപടിയായിട്ട് അന്ന് അവിടുത്തെ ഇമാം കൃതജ്ഞതയിൽ പറഞ്ഞത്, ഈ വഴിക്ക് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നല്ല, ആ വഴിക്ക് ഉള്ള ചിന്ത അവരുടെ ഭാവനയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ മാത്രമല്ല, വിഗ്രഹാരാധന
നിഷിദ്ധമാണ് ഇസ്ലാമിന് എന്നുണ്ടെങ്കിൽ കൂടി വിഗ്രഹാരാധന ഇസ്ലാമിൻ്റെ പേരിൽ ലോകമെമ്പാടും നടക്കുന്നു. അജ്മീറിലെ ദർഗ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ എത്തിച്ചേരുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ്. അവിടെ ഒരു വിഗ്രഹാരാധനയാണ് ഒരു ആജ. ഇങ്ങനെ അത് ഇവിടെ അടുത്ത് കാശ്മീർ വരെ ഒന്നും പോകണ്ട, കല്ലമ്പലത്തിനപ്പുറത്ത് കടുവയൽ പള്ളി, അതൊരു സിദ്ധൻ്റെ ഖബറാണ്. അവിടെ ആരാധന നടക്കുന്നു. അവിടെ വഴിപാടായി അർപ്പിക്കുവാനുള്ള നിലവിളക്കും വാഴക്കൊലയും കച്ചവടം അവിടെ എൻ്റെ പള്ളിയുടെ മുമ്പിൽ തന്നെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അത് വാങ്ങി അവിടെ അർപ്പിക്കുവാനുള്ള ആളുകൾക്ക് വാങ്ങുവാനായിട്ട്. അപ്പോൾ ഒരു വശത്ത് വിഗ്രഹാരാധന നിഷിദ്ധമാണെന്ന് എന്ന് സിദ്ധാന്തിക്കുകയും മറുവശത്ത് വിഗ്രഹാരാധന പിൻവാതിലിൽ കൂടി ഇസ്ലാം മതത്തിനകത്ത് തന്നെ സ്ഥാനം പിടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിഗ്രഹാരാധനയെ നിഷേധിക്കുവാൻ, അത് നിഷിദ്ധമാണ് എന്ന് കരുതുവാൻ മതത്തിനപ്പുറത്തുള്ള ഒരു ചിന്താഗതിയോടുകൂടി നോക്കുകയാണെങ്കിൽ, മതത്തിന് അതീതമായൊരു ചിന്താഗതിയോടുകൂടി നോക്കുകയാണെങ്കിൽ വിഗ്രഹാരാധന മനുഷ്യർക്ക്, ഞാൻ മതത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഏത് മനുഷ്യ മനസ്സിനും സ്വീകാര്യമാണ്. ജീവിതത്തിൽ ഉന്നത മൂല്യമുള്ളത് എന്ന് കരുതുന്ന ഏതിനെയും ആരാധനാ മനോഭാവത്തോടുകൂടി വീക്ഷിക്കുവാനുള്ള മനസ്സാണ് മനുഷ്യനുള്ളത്. ഇസ്ലാം മതവിശ്വാസികളും മനുഷ്യരാണ്. അവരും ഇങ്ങനെയുള്ള മനുഷ്യോചിതമായ കാര്യങ്ങൾ ചെയ്തു പോകും. അങ്ങനെ അവരും ചെയ്യുന്നു. ഞാൻ പല ഇസ്ലാമിക പണ്ഡിതന്മാരോടും ചോദിച്ചു, ഇതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമല്ലേ? വിരുദ്ധമാണ് എന്ന് അവരും സമ്മതിക്കുന്നു. പക്ഷേ ഇതെല്ലാം നടക്കുകയും ചെയ്യുന്നു. അതിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുവാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. ഇനി ഞാൻ അടുത്ത പോയിൻ്റ് പറയാനിരുന്നാൽ അത് തന്നെ 10 മിനിറ്റ് എടുക്കും. അതുകൊണ്ടത് വേണ്ടാന്ന് വയ്ക്കുന്നു. എൻ്റെ സമയം കൂടി ഞാൻ സുനിൽ പികളയിടത്തിന് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പിൻവശത്ത് പോയിരുന്ന് അത് കേൾക്കും. ഇവിടെ ഈ വേദിയിൽ അധ്യക്ഷനായിരിക്കുവാനും നിങ്ങളോട് ഇത്രയും കാര്യങ്ങളെങ്കിലും പറയുവാനും ഉള്ള അവസരമുണ്ടായത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത പല നല്ല മുഖങ്ങളും ഇന്ന് കാണുന്നു. അവരെല്ലാം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും. ഇവിടെ ഇരുന്നല്ലെങ്കിലും പിൻവശത്തിരുന്ന് ഇവിടെ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ശ്രദ്ധയോട് കേട്ടിരുന്ന എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.